ഇനി ഞാൻ ഇപ്പോൾ ഓപ്പാം പാസ് ലോ പാസ് ഫിൽറ്റർ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാനൊരു ലോ പാസ് ഫിൽറ്റർ, ഒരു ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ, നോൺ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പ്ലസ് ലോ പാസ് ഫിൽറ്റർ ആണ്. അപ്പോൾ ഇതിന് ഓർഡർ ഓഫ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഫിൽറ്റേഴ്സ് ഓർഡർ, അപ്പോൾ ഒരു ആർ സി സർക്യൂട്ട് ഉള്ളെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഫിൽറ്റർ ഓർഡർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ ഓർഡർ പറയുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ആർ സി സർക്യൂട്ടുള്ളതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ സർക്യൂട്ട് തന്നെ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വെച്ചിട്ടുള്ള, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വെച്ചിട്ടുള്ള സർക്യൂട്ട് പറഞ്ഞു. അതായത് അതിനൊരു ആംപ്ലിഫയർ സെഷൻ ഉണ്ട്. വി ക്യാൻ ഹാവ് ആൻ ആംപ്ലിഫയർ സെഷൻ RF and resistance. This is my filtering section. This is my input voltage and this is my first filter. So this is my output voltage. Okay, there is only one filter circuit. So this is known as first order filter. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ഒരു ഫിൽറ്റർ മാത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗെയിൻ ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ റെസ്പോൺസ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ, അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ ഇതിൻ്റെ ഗെയിൻ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ള സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി ഈവൻ ഇൻ സീറോ ഫ്രീക്വൻസി ദ ഗെയിൻ വിൽ ബി മാക്സിമം ബിക്കോസ് എന്താ എക്സി വിൽ ബി മാക്സിമം. എക്സി മാക്സിമം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് അത് തന്നെ കിട്ടും. കാരണം ഇതെന്താണ്, ഇറ്റ് വിൽ ബി ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സോ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ്, അതിനെ ആംപ്ലിഫൈ ചെയ്ത ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഗെയിൻ വിൽ ബി മാക്സിമം ഗെയിൻ. അതായത് മാക്സിമം ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AF, ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്താണോ അത് തന്നെ നമുക്ക് ഗെയിന് കിട്ടും. ഇനി ഞാൻ എൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 0യിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എക്സി കുറയും. എക്സി കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് കിട്ടും, എക്സി കുറഞ്ഞു കഴിയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇനീഷ്യലി ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ സഡനായിട്ട് കുറയും. സോ ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദിസ് ഫ്രീക്വൻസി ഈസ് നോൺ ആസ് ഒമേഗ സി. ദറ്റ് ഈസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. ആ വാല്യൂ ആണ് ഒമേഗ സി ഈസ് ഈക്വൽ ടു 1/RC. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, സോ ഇതായിരിക്കും ഒരു പ്രാക്ടിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത്, ഒരു ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ പ്രാക്ടിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി പറയുന്നത് 70.7% ഓഫ് ദിസ് AF ആകുമ്പോഴാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഷാർപ്പായിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ ഗെയിൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ. ഒരു ഐഡിയൽ ഫിൽറ്റർ എന്ന് പറയുന്നത്, ഒരു ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഗെയിൻ ഷുഡ് ബി ഇങ്ങനെയായിരിക്കണം എൻ്റെ ഐഡിയൽ. അതായത് ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ എൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവരുത്. ഇതാണ് എൻ്റെ ഐഡിയൽ റെസ്പോൺസ്. ദിസ് ഈസ് മൈ ഐഡിയൽ റെസ്പോൺസ്. അപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ റെസ്പോൺസുമായിട്ട് ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിൻ്റെ പ്രാക്ടിക്കൽ റെസ്പോൺസുമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡിയൽ റെസ്പോൺസ് എന്ന് പറയുന്നത് അത്ര ക്ലോസ് ആയിട്ട് തോന്നില്ല. കാരണം എന്താണ്, അത് കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞിട്ടും എനിക്കൊരു ഗെയിൻ ഉണ്ടാവും. ഗെയിൻ കുറവാണെന്നേ ഉള്ളൂ. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുമ്പേ അതിൻ്റെ ഗെയിൻ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു RC സർക്യൂട്ടോടെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. കൺസിഡർ ദിസ് ഈസ് R1, ദിസ് ഈസ് C1, ദിസ് ഈസ് R2 ആൻഡ് ദിസ് ഈസ് C2. ഇങ്ങനെ ഒരു സർക്യൂട്ടാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ ഒരു RC സർക്യൂട്ടിന് വേണ്ടി 2 RC സർക്യൂട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ദിസ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ഈസ് നോൺ ആസ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ എത്ര RC സർക്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ, സെക്കൻഡ് ഓർഡറിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്, എൻ്റെ സെക്കൻഡ് ഓർഡറിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ദിസ് ഈസ് മൈ സെക്കൻഡ് ഓർഡർ. It's close to
this ideal response. ഓക്കെ, അപ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ട് വരും ഓർഡർ കൂട്ടും തോറും. ഇനി തേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ആർ സി സർക്യൂട്ടോടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി മച്ച് ക്ലോസർ ടു ദിസ് ഐഡിയൽ റെസ്പോൺസ്. അപ്പോൾ എപ്പോഴൊക്കെ ഓർഡർ കൂടുന്നു അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗെറ്റ്സ് ക്ലോസർ ടു ഐഡിയൽ റെസ്പോൺസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പം ഹെൻസ് ദ ഓർഡർ ഓഫ് ഫിൽറ്റർ is increases, its characteristics gets closer to its ideal response. It's very important point. അപ്പോൾ എത്ര ഓർഡർ കൂടുന്നോ അത്രയും ഐഡിയൽ റെസ്പോൺസുമായിട്ട് അടുത്തിരിക്കും. ഓക്കെ, അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/RC ആയിരുന്നു. സോ ഇഫ് ദ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി ഫോർ സെക്കൻഡ് ഓർഡർ ഈസ് ഈക്വൽ ടു 1/√of R1 R2 C1 C2 എന്ന് കിട്ടും. ഓക്കെ, if R1 is equal to R2 and C1 is equal to C2, then omega C is equal to root of 1/R square C square is equal to 1/RC. Okay, when this value R1 R1 is equal to R2 C1 is equal to C2, then the cutoff frequency is equal to 1/RC എന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ടേർഷ്യറി അതായത് തേർഡ് ഓർഡർ ഫിൽറ്റർ ആണെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈക്വൽ ടു 1/√of R1 R2 R3 C1 C2 C3 എന്ന് കിട്ടും. വേറെ R1 is equal to R2 is equal to R3 ആണെങ്കിൽ അല്ലെങ്കിൽ C1 is equal to C2 is equal to C3 ആണെങ്കിൽ 1/RC എന്ന് തന്നെ കിട്ടും. ഓക്കെ, സോ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ നോട്ട് ചേഞ്ച് when this R1 R2 and C1 C2 are equal. Okay, so this is about this order of the filter. അപ്പോൾ ഇതുപോലെയാണ് ഹൈ പാസ് ഫിൽറ്ററിനും. നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ വിൽ ബി സെയിം. ഇങ്ങനെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓർഡർ കൂടുന്തോറും ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഗെറ്റ്സ് ക്ലോസർ ടു ഇറ്റ്സ് ഐഡിയൽ റെസ്പോൺസ്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഞാൻ പറയാം ഹൈ പാസ് ഫിൽറ്റർ. സോ in high pass filter it's നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിനും നമുക്ക് ഇൻവേർട്ടിങ്ങും ഉണ്ട് നോൺ ഇൻവേർട്ടിങ്ങും ഉണ്ട്. നോൺ ഇൻവേർട്ടിങ് ആംപ്ലിഫയർ ആയിട്ട് LPF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇനീഷ്യലി നമ്മളൊരു ഹൈ പാസ് ഫിൽറ്റർ വയ്ക്കും. അപ്പോൾ ആ ഹൈ പാസ് ഫിൽറ്റർ പ്ലസ് this is my high pass filter CRV, and this is given to an amplifier circuit. So it's non-inverting, so I am giving output to the non-inverting terminal. This is RF by R1. This is the gain of this. So the gain of this circuit is equal to minus RF by R1, and whenever this this is high pass filter. So this is high pass filter. So whenever high frequency came, it will couple the capacitor, so the output voltage will be higher. Whenever the low frequency came, the XC will be higher. Whenever the XC will be higher, the output voltage will be lesser because it is in series. ഈ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കൊടുത്തേക്കുന്ന കാരണം കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ഓക്കെ, സോ consider this is my VA point. So the gain will be, what is the output voltage is equal to VA is equal to R divided by R plus XC into V. R plus, where XC is the
reactance offered by this capacitance, where Xc is equal to 1 by omega c. So I just put the equation of gain. Gain is equal to Va by Vin. Gain is equal to Va by Vin, like നമ്മൾ earlier ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ ഞാൻ ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. ഈ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാണ്, ഇത് വേഴ്സസ് ദിസ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് Va by Vin. ഓക്കെ, സോ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? സോ I got R by R plus omega c. Sorry, 1 by omega c. Xc 1 by omega c. So the gain of the circuit, gain is equal to R omega c. ഞാൻ ജെ വേണമെങ്കിൽ ഇടാം, ജെ ഞാൻ ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഇമാജിനറി പാർട്ട് എടുക്കും, ഇടാം. ദറ്റ് ഈസ് ആർ ഒമേഗ സി പ്ലസ് 1. ഓക്കെ, clear. I just divided by this R omega c, divided the equation R omega c. What will be the gain? So the gain will be 1 divided by 1 plus 1 by R omega c. So the modulus of the gain, roots value എടുത്തു കഴിഞ്ഞാൽ 1 by root of 1 plus 1 divided by R square omega square c square. So 1 by RC, where 1 by RC is cutoff frequency. So the gain, modulus of the gain is equal to 1 by root of 1 plus omega c. 1 by RC is omega c divided by omega the whole square. Okay, here the input frequency, cutoff frequency is omega, input frequency is omega. Cutoff frequency is omega c and input frequency is omega. Whenever the omega increases, the gain is also increases, because in the denominator ലാണ് ഇത് കിടക്കുന്നത്. This is the first denominator. ആ denominator ആണ്. For example, എൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, let my cut off frequency omega c is equal to 100 hertz and input frequency omega in is equal to 10,000 hertz. Okay, so 100 by 10,000 എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറിയൊരു വാല്യൂ ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതിനും വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് √1. അപ്പോൾ ഗെയിൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 1 തന്നെ കിട്ടും. ഗെയിൻ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. അപ്പോൾ എന്താണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, സോ അറ്റ് ദാറ്റ് ടൈം എന്ന് പറയുന്നത്, അപ്പോൾ ഒമേഗ ഇൻ വളരെ കൂടുതലാണെങ്കിൽ ഗെയിൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ആവും. ഫോർ എക്സാമ്പിൾ, consider my omega c is 1000 hertz and omega in is 10 hertz. അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഗെയിൻ എത്രയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് വാല്യൂസ് ഇട്ട് തന്നതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒമേഗ സി എന്ന് പറയുന്നത് 100 ആണ്. 100 by 10 എന്ന് പറഞ്ഞാൽ 1000 by 10 എന്ന് പറഞ്ഞാൽ 100 കിട്ടും. 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 കിട്ടും. റൂട്ട് ഓഫ് 10,000 എന്ന് പറഞ്ഞാൽ 100 കിട്ടും. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 0.01 ടൈംസ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻപുട്ട് ഫ്രീക്വൻസി കുറഞ്ഞു കഴിയുമ്പോൾ ഗെയിൻ വളരെയേറെ കുറയും. ഇൻപുട്ട് ഫ്രീക്വൻസി കൂടി കഴിയുമ്പോൾ ഗെയിൻ വളരെയേറെ കൂടും. ഗെയിൻ വളരെ കൂടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്രോക്സിമേറ്റ്ലി 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് വൈ ദിസ് സർക്യൂട്ട് ക്യാൻ ബി ആക്ട് ആസ് എ ഹൈ പാസ് ഫിൽറ്റർ. അപ്പോൾ ഹൈ ഫ്രീക്വൻസിനെ ഇത് കടത്തിവിടും. ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടിനെ കടത്തിവിടും. ലോ ഫ്രീക്വൻസി സർക്യൂട്ടിനെ ഇറ്റ് വിൽ നോട്ട് ആക്സെപ്റ്റ്. ഓക്കെ, so this is about non-inverting LPF. Any inverting type LPF ഉണ്ട്? Inverting LPF,
ഇൻവെർട്ടിംഗ് LPF-ൽ എന്താണ് കൊടുക്കുക? നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയായിരിക്കും, ഇൻവെർട്ടിംഗ് ടെർമിനലായിരിക്കും ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ മൈ സർക്യൂട്ട് വിൽ ബി, ഇറ്റ് വിൽ ബി ലുക്ക് ലൈക്ക് C. This is my inverting terminal and non-inverting terminal is just grounded. ഞാൻ തിരിച്ചു വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. Okay. Negative, positive and positive. This is my RF, this is my R, this is my C, and I am applying input here. This is my out. Okay. So here the gain. What is my gain? Gain is equal to RF divided by minus RF. I am just avoiding this magnitude. I am only taking the magnitude, not നെഗറ്റീവ് സൈൻ ഒന്നും എടുക്കുന്നില്ല, മൈനസ് ആർ ബൈ ആർ ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കാം. സോ ആർ പ്ലസ് എക്സ് സി. ഹിയർ ഇറ്റ് ഈസ് ആർ പ്ലസ് എക്സ് സി, ഡിനോമിനേറ്റർ ആർ പ്ലസ് എക്സ് സി ആണ്. സോ ദ എക്സ് സി ഇൻക്രീസസ് വെൻ ഒമേഗ ഇൻക്രീസസ്. വാട്ട് വിൽ ഹാപ്പൻ? എക്സ് സി ഈസ് ഓൾസോ ഇൻക്രീസസ്. വെൻ എക്സ് സി ഇൻക്രീസസ്, xc is equal to omega increase xc is equal to 1 by omega c. So xc decreases. So what will happen? The gain will be, when xc reduces, gain will be increases. So this is high pass filter. അല്ലെങ്കിൽ തന്നെ ഇത് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് RF ബൈ ടോട്ടൽ ഈ ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ദിസ് റെസിസ്റ്റൻസ് വിൽ ബി ലെസർ, ദിസ് റെസിസ്റ്റൻസ് വിൽ ബി ലെസർ ആണെങ്കിൽ ഈ എൻ്റർ റെസിസ്റ്റൻസ് വേറെ ആർ ചേഞ്ച് ചെയ്യുന്നില്ല, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ആർ ചേഞ്ച് ചെയ്യുന്നില്ല, ഓൺലി എക്സി വാല്യൂ വിൽ ബി ചേഞ്ചസ്. സോ ദാറ്റ് ഈസ് ദ മീനിങ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെൻ ഇൻപുട്ട് ഫ്രീക്വൻസി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. കാരണം എന്താ? എക്സി വിൽ ബി റെഡ്യൂസ്. എക്സി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിൻ വിൽ ബി ഇൻക്രീസസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇൻവെർട്ടിംഗ് ടൈപ്പ് LPF-ഉം നോൺ ഇൻവെർട്ടിംഗ് ടൈപ്പ് LPF-ഉം സോറി, these are not LPF, these are LPF. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? ഇക്വേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഗെയിൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, സോ വി ക്യാൻ ഇതുപോലെ തന്നെ നമ്മൾ ഓർഡർ കൂടുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് മാറും. എങ്ങനെയാണ് ഓർഡർ കൂടുമ്പോൾ? ലോ പാസ് ഫിൽറ്ററിൻ്റെ ഐഡിയൽ റെസ്പോൺസ് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഐഡിയൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം ഇതിൻ്റെ ഗെയിൻ, this is gain and this is frequency. So after the cutoff frequency, the gain will be very much higher. Before that, 0 to WC, that is cutoff frequency, the gain will be very much lesser. For a first order filter, the response will be look like this. This is for first order filter, and in the second order filter, it will be like this. It will be very much closer to this one. And in if we consider the third order filter, it will be like this. Is very closer to this. This is upon this order. Okay, അപ്പോൾ ഓർഡർ കൂട്ടാനായിട്ട് എന്ത് ചെയ്യും? ഈ സർക്യൂട്ടിൽ ഓർഡർ കൂട്ടാനായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു RC സർക്യൂട്ടോടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ ആവും, ഒരു RC സർക്യൂട്ടോടെ വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഓർഡർ ആവും. ഇറ്റ് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. ക്ലിയർ? Hope you understood this idea. Like that, we can also have high pass, low pass filter. We can next have band pass filter.
ബാൻഡ് പാസ് ഫിൽറ്റർ. ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ മാത്രം കടത്തിവിടാനാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഐഡിയൽ റെസ്പോൺസ്, ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ഐഡിയൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിയിൽ ഗെയിൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this is omega c1, this is omega c2. Omega c1 to omega c2 the gain will be maximum. This is a and 0 to omega c1 the gain is 0. Omega c2 higher frequency the gain will be 0. So the response will be look like this for an ideal band pass filter. Okay, അപ്പോൾ ഒരു ഐഡിയൽ ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെയും ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്ന ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. ഒരു ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടുന്ന ഫിൽറ്ററാണ് ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറഞ്ഞത് അല്ലേ. ദിസ് ഈസ് ഹൈ പാസ് ഫിൽറ്റർ. ഓക്കെ, ആൻഡ് ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ആണ് അല്ലേ. ഒരു പർട്ടിക്കുലർ ബാൻഡ് വരെ കടത്തി വിടും, അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് ലോ പാസ് ഫിൽറ്റർ ആണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. സോ ദ ബാൻഡ് പാസ് ഫിൽറ്റർ ഇസ് എ കോമ്പിനേഷൻ. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, പക്ഷേ കോമ്പിനേഷൻ ഓഫ് LPF ആൻഡ് HPF. ദർ ഷുഡ് ബി എ കണ്ടീഷൻ. അതായത് LPFൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, LPF cut off frequency higher than high pass filter ന്റെ cut off frequency. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടില്ല. ദിസ് ഈസ് ദ കണ്ടീഷൻ. അതായത് ഒമേഗ C2 ഷുഡ് ബി ഹയർ ദാൻ ഒമേഗ C1. ഒമേഗ C2 എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ലോ പാസ് ഫിൽറ്റർ ആണ്, ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ എന്താണ്, ഞാനിപ്പോൾ ലോ പാസ് ഫിൽറ്റർ വരച്ചെന്ന് വിചാരിക്കുക വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ C2. എനിക്ക് ഒരു LPF ഉണ്ട്, LPF വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ C2. ഒമേഗ C2 കട്ട് ഓഫ് ഫ്രീക്വൻസി ഉള്ള എൻ്റെ LPF ഉണ്ട്. അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എനിക്ക് കിട്ടുക? ദിസ് റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്. കൺസിഡർ ദിസ് ഈസ് ഒമേഗ C2 ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി കർവ്. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് എൻ്റെ ഹൈ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കുക. എൻ്റെ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടുക? സോ മൈ ഹൈ പാസ് ഫിൽറ്റർ റെസ്പോൺസ് വിൽ ബി കൺസിഡർ ദിസ് ഈസ് മൈ ഹൈ പാസ് ഫിൽറ്റർ റെസ്പോൺസ് ഒമേഗ C1 ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി. ഓക്കെ, സോ ഈ സിഗ്നലാണ് ഇതിനകത്തായിട്ട് കൊടുക്കുക, ഈ റെസ്പോൺസിലേക്ക് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ എൻ എഫക്റ്റ് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? എൻ എഫക്റ്റ് റെസ്പോൺസ് വിൽ ബി ഒമേഗ C2 ഒമേഗ C1 ക്ലിയർ. ദിസ് ഈസ് മൈ റെസ്പോൺസ്. ദിസ് ഈസ് എ ബാൻഡ് പാസ് ഫിൽറ്റർ. അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽറ്റർ, നമ്മളൊരു ലോ പാസ് ഫിൽറ്റർ എടുക്കുക, അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ C2 ആയിരിക്കുക, ബട്ട് ഒമേഗ C2 ഷുഡ് ബി ഹയർ ദാൻ ഒമേഗ C1. അപ്പോൾ ഇങ്ങനെയൊരു റെസ്പോൺസ് കൊടുക്കും. ഇങ്ങനെയൊരു ഫിൽറ്റർ എൻ്റെ ഇങ്ങനെയൊരു ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. ഇതെടുത്ത് ഒരു ഹൈ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കുക. ദിസ് ലോ പാസ് ഫിൽറ്റർ ആൻഡ് ദിസ് ഈസ് ഹൈ പാസ് ഫിൽറ്റർ. ഹൈ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ബാൻഡ് പാസ് ഫിൽറ്റർ കൺസ്ട്രക്ട് ചെയ്യാന്ന്. ഓക്കെ, സോ സിംപിളി നമ്മൾ എന്താ ചെയ്യുക? ദിസ് ഈസ് HPF വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ C1. This is omega C2. ഓക്കെ, ഒരു ലോ പാസ് ഫിൽറ്റർ എടുക്കുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, ഒരു ഹൈ പാസ് ഫിൽറ്റർ എടുക്കുക. സോ ഇറ്റ് വിൽ ബി കൺസിഡർ മൈ ഇൻപുട്ട് ഹിയർ. I have a low pass filter
LPF with omega C2 cutoff frequency, and it is given to a high pass filter with omega C1 is the cutoff frequency. I will get this output, band pass filter. Okay, ഈ ബാൻഡ് പാസ് ഫിൽറ്ററിന് രണ്ടായിട്ട് തിരിച്ചുണ്ട്, ഹൈ ക്വാളിറ്റി ഫാക്ടർ BPF ആൻഡ് ലോ ക്വാളിറ്റി ഫാക്ടർ BPF. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ക്വാളിറ്റി ഫാക്ടർ, wide band pass filter and narrow band pass filter. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, വൈഡ് ബാൻഡ് പാസ് എന്ന് പറഞ്ഞാൽ ലോ ക്യൂ ഫിൽറ്ററിനെയാണ് വൈഡ് ബാൻഡ് പാസ് എന്ന് പറയുന്നത്. നാരോ ബാൻഡ് പാസ് എന്ന് പറയുന്നത് ഹൈ ക്യൂ ഫിൽറ്ററിനെയാണ്. എന്താണ് ഈ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്? ക്വാളിറ്റി ഫാക്ടർ ഇസ് എ പാരാമീറ്റർ can be measured as the center frequency divided by bandwidth. ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ സെന്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, or it can be omega r divided by omega C2 minus omega C1. Last problem we can go through the last problem. This is omega C2, this is omega C1. Sorry, this omega C1, omega C2. Okay. Okay, അപ്പം ഇങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ പറയുക. ഞാൻ റെസ്പോൺസ് ഒന്നോടെ എടുത്ത് എഴുതാം. കൺസിഡർ ദിസ് ഈസ് മൈ റെസ്പോൺസ്. ഇങ്ങനെയാണ് എൻ്റെ റെസ്പോൺസ് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഒമേഗ C1, ദിസ് ഈസ് ഒമേഗ C2. സോ ദ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇത് കടത്തിവിടുന്ന ഫ്രീക്വൻസിനെയാണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ BW, ബാൻഡ് വിഡ്ത്ത്. അത്രയും ഫ്രീക്വൻസിനെയാണ് അത് കടത്തി വിടുക. അതുകൊണ്ടാണ് അതിൻ്റെ അത്രയും ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെയാണ് കടത്തി വിടുക. This is my gain. Okay, അപ്പോൾ അത്രയും ഫ്രീക്വൻസിനെ കടത്തി, ഇതാണ് അതിൻ്റെ സെൻറ്റർ ഫ്രീക്വൻസി. ഒമേഗ R is the center frequency. അപ്പം ഇപ്പോൾ സെൻറ്റർ ഫ്രീക്വൻസി അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് വളരെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ബാൻഡ് വിഡ്ത്ത് ഈസ് റെഡ്യൂസ്, വി ക്യാൻ ഗെറ്റ് എ ഹൈ ക്യൂ ഫിൽറ്റർ. ക്വാളിറ്റി ഫാക്ടർ വളരെ കൂടിയ ഫിൽറ്ററാണ്. ഓക്കെ, സോ if bandwidth is smaller, Q is higher. Q higher ആയിരിക്കും. അതായത് ഇപ്പം ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇതെടുക്കുകയെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ എൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് മൈ സെൻറ്റർ ഫ്രീക്വൻസി or ideal response വരയ്ക്കാം. If I draw the ideal response, it's like this. This is my center frequency omega C, this is my omega C2, this is omega C1. അതായത് ഈ ബാൻഡ് വിഡ്ത്ത്, ഈ BW എന്ന് പറയുന്നത്, BW is very small. BW വളരെ സ്മോൾ ആണെങ്കിൽ Q എന്ന് പറയുന്നത് നമുക്കറിയാം സെൻട്രൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, Q വാല്യൂ ഈസ് വെരി ഹയർ. ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി സ്മോൾ ആണ് Q, കാരണം ഡിനോമിനേറ്ററാണ് ബാൻഡ് വിഡ്ത്ത് എടുക്കുന്നത്. സോ ഈ Q എന്ന് പറയുന്നത് ഹൈ ക്യൂ ഫിൽറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ഹൈ ക്യൂ ഫിൽറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വളരെ ഷാർപ്പായിട്ട് ഒരു പർട്ടിക്കുലർ ഒരു വെരി നാരോ ബാൻഡിനെ മാത്രം കടത്തിവിടും.
അങ്ങനത്തെ ഫിൽറ്ററിനെയാണ് ഹൈ ക്യൂ ബാൻഡ് വിഡ്ത്ത് ഹൈ ക്യൂ ആയിട്ടുള്ള ഫിൽറ്റർ എന്ന് പറയുന്നത്, ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഹൈ ക്യൂ ആയിട്ടുള്ള ഫിൽറ്ററുകളാണ് ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ തന്നെ വിചാരിക്കാം, ഇപ്പം എനിക്ക് ഒരു റേഡിയോ തന്നെ വിചാരിച്ച് നോക്കുക. അപ്പോൾ ആ റേഡിയോയിൽ ഡിഫറെൻറ്റ് ചാനൽസ് ഉണ്ട്. ഇപ്പം ലൈക്ക് നമ്മൾ റേഡിയോ മാംഗോ ഉണ്ട്, ക്ലബ് എഫ് എം ഉണ്ട്, റെഡ് എഫ് എം ഉണ്ട്, അതുപോലത്തെ ഡിഫറെൻറ്റ് ചാനലുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ റേഡിയോ മാംഗോയുടെ ചാനൽ 91.9 മെഗാഹെർട്സ് ആണ്. പിന്നെ 93.4 ക്ലബ് എഫ് എം ഉണ്ട്, അതുപോലത്തെ ചാനലുകളുണ്ട്. അപ്പം നമ്മളൊരു ലോ ക്യൂ ആയിട്ടുള്ള, അതായത് ഒരു വളരെ വലിയ ബാൻഡ് വിഡ്ത്തുള്ള ഫിൽറ്റർ, ഈ ഫിൽറ്ററുകളിലൊക്കെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ റേഡിയോയുടെ റിസീവറിലുള്ള ഫിൽറ്ററുകളൊക്കെ ബാൻഡ് പാസ് ഫിൽറ്ററുകളാണ്, പർട്ടിക്കുലർ ബാൻഡിനെ ചൂസ് ചെയ്യാനാണ്. അപ്പം വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഹൈ ക്യൂ ആയിട്ടുള്ള ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ബാൻഡ് എന്താണോ ആ പർട്ടിക്കുലർ ബാൻഡ് പറയുന്നത്, ഇപ്പം ഈ സെൻട്രൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ 91.9 മെഗാഹെർട്സ് റേഡിയോ മാംഗോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റേഡിയോ മാംഗോയിലുള്ള ആ ഫ്രീക്വൻസിനെ മാത്രമേ ഇത് കടത്തി വിടുകയുള്ളൂ. ഓക്കെ. ഇപ്പം ലോ ക്യൂ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത ചാനലിൻ്റെ സിഗ്നലോടെ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൈ ക്യൂ ഫിൽറ്റേഴ്സുകൾ ബാൻഡ് പാസ് ഫിൽറ്ററിൽ ഉപയോഗിക്കുന്നത്. ആ പർട്ടിക്കുലർ എന്താണോ ആ ഡിസൈഡ് ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിനെ മാത്രം അത് കടത്തിവിടാൻ. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരിക. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ആ ωc2 ωc1 വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വളരെ സ്മോൾ ബാൻഡ് വിഡ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ മാത്രമാണ് ആ പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം. ഐഡിയ ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, ഫൈൻ. ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാവാത്തത്, ഞാൻ ഇന്നത്തെ ക്ലാസ്സിലോ ഏത് ക്ലാസ്സിലോ പ്രീവിയസ് ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കണം. ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ. Find the value of R2 to make the filter with cutoff frequency 5 kilohertz. ഓക്കെ, കട്ട് ഓഫ് ഫ്രീക്വൻസി 5 കിലോഹെർട്സ് ആക്കാൻ R2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ഫിൽറ്റർ. ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണെന്നും പറയണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണ്, പിന്നെ അത് തന്നെയല്ല അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി 5 കിലോഹെർട്സ് ആക്കി വയ്ക്കാൻ അതിൻ്റെ R2ൻ്റെ വാല്യൂ എത്രയാണ്. ഓക്കെ, രണ്ട് പാർട്ടുണ്ട് ആ പ്രോബ്ലത്തിനകത്ത്. നെഗറ്റീവ്, പോസിറ്റീവ്. Instead of my being, this is R. R2 ×
R1 value is 1 kilo ohm and C2 value is 10 nanofarad. So you have to find what type of filter it is. Initially you have to find what type of filter it is. This is a low pass filter. Simply this is a low pass filter because low frequency ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? Low frequency ആയി കഴിയുമ്പോൾ RF feedback resistance, entire feedback resistance will be increases because this is in effect the feedback resistance reactance എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ reactance plus this resistant resistance ആണ്. So കപ്പാസിറ്ററിന്റെ reactance കൂടും when what will happen when this omega frequency will be reduces. So frequency കുറച്ച് കഴിയുമ്പം XC കൂടും, XC കൂടുമ്പോൾ ഇൻ എഫക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് കൂടും, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഗെയിൻ കൂടും. സോ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ വളരെ കൂടുതലായിരിക്കും. ഹൈ ഫ്രീക്വൻസിയിൽ എക്സിയുടെ വാല്യൂ വളരെ കുറവായിരിക്കും. സോ ഇൻ എഫക്റ്റ് ദിസ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് റിയാക്ടൻസ് വിൽ ബി ലെസർ, സോ ദ ഗെയിൻ വിൽ ബി ലെസർ ബിക്കോസ് ദ ഗെയിൻ ഈസ് ഈക്വൽ ടു this reactance offered by this feedback divided by this input resistance. Minus RF by R1 ആണ് ഇതിൻ്റെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയ കാരണം അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. So this is definitely a low pass filter. Then what is the cutoff frequency? The cutoff frequency will be FC will be the cutoff frequency omega C will be 1 by R2 C2. 1 by R2 C2. So the frequency, this is the angular frequency. So what is the frequency? Frequency is equal to 1 by 2 pi R2 C2. We know the cutoff frequency. Cutoff frequency is 5 kilohertz. C2 is 10 nanofarad. You have to find the value of R2. It is 2 pi. FC is 5 kilohertz. 5k. And the C2 is 10 nanofarad. Okay, from that you can get the answer. R2 is 10 by pi kilo. Okay. Can calculate this one is 10 by 3.1. Okay, what type of filter it is? This is a low pass filter. Low pass filter. So you can I can give more circuit, more problems, what type of filter it is and find the cutoff frequency, like that you can have different types of filters. Okay, I will give some problems related to this one, and you just try to solve these problems. Okay, ഞാൻ ഇന്നത്തെ ക്ലാസ് കുറച്ച് നേരത്തെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, ഫിൽറ്റർ സർക്യൂട്ടുകളൊക്കെയാണ് നമ്മൾ നോക്കിയത്. എങ്ങനെയാണ് ഇതിൻ്റെ ഫിൽറ്റർ സർക്യൂട്ടുകൾ വരുന്നതെന്ന് നിങ്ങൾ നോക്കുക. അതിൻ്റെ എങ്ങനെയാണ് ലോ പാസ് ഫിൽറ്റർ ലോ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിട്ടിട്ട് ഹൈ ഫ്രീക്വൻസിനെ തടുത്ത് നിർത്തുന്നത്, അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഐഡിയലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ, കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് നോക്കുക. കാണാതെ പഠിക്കുകയല്ല, അതിൻ്റെ ഐഡിയ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് റിലേറ്റഡ് ടു ദിസ് ക്ലാസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.